Page number 66. Excel in MS Excel 2010. Okay. Microsoft Office നിങ്ങൾ കേൾക്കാറുണ്ട്, എല്ലാ കമ്പ്യൂട്ടർ ക്ലാസ്സിലും കേൾക്കാറില്ലേ? MS PowerPoint, MS Word, MS Excel, അങ്ങനെ ഒരുപാട് കേൾക്കുന്നില്ലേ? ഈ MS എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ്. MS സ്റ്റാൻഡ്സ് ഫോർ മൈക്രോസോഫ്റ്റ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ വേർഡ് ഡോക്യുമെന്റ് ചെയ്യാൻ MS വേർഡ് ഉണ്ട്, MS PowerPoint നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് MS Excel. അതൊരു പാക്കേജ് ആണ്, MS ഓഫീസിലെ ഒരു പാക്കേജ് ആണ്, അല്ല ഒരു കമ്പോണന്റ് ആണ് MS Excelഉം. ഓക്കെ, MS Excel എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ്സ് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഇത് നമ്മൾ ടേബിൾ പോലെ തന്നെ റോസും കോളംസും ഇതിനുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഒരു നീറ്റ് വേയിൽ സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ കൂടി നമുക്ക് ഈ MS Excel വെച്ച് പറ്റും. ടേബിൾസിൽ നമ്മൾ ഡാറ്റ ഒരു നീറ്റ് ആൻഡ് ഓർഡർ വേയിൽ ഓർഗനൈസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? ബട്ട് ഇൻ MS Excel നമുക്കത് ഒരു നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് വേയിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ അതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും MS Excelൽ. MS Excelൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തുടങ്ങുകയാണ് ആ പോർഷൻ. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നും പറഞ്ഞിട്ട് കണ്ടോ എടുക്കുകയാണ്. അപ്പം ഈ ഒരു ഡോക്യുമെന്റ് ഇല്ലേ, അതിന് നമ്മൾ വർക്ക് ബുക്ക് എന്നാ പറയാം. അതിലെ ഒരു പേജിനെ, ഒരു ഷീറ്റിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയാം. നമ്മളൊരു എക്സൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നെടുത്ത് ഞാൻ ഒന്നുകൂടെ പറയാം. എന്നാ അന്നെടുത്തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ നീ ആൻസർ പറയുവോ? അതില്ല, സംഭവത്തിന് പേര് എനിക്ക് ചിലപ്പോൾ കിട്ടില്ല. അതൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ക്ലാസ്സിലിരിക്കണേ. അതെല്ലാം ഇനി കിട്ടില്ല പറയരുത്, എല്ലാം കിട്ടിക്കണം, അതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ആ MS ഫയൽ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിനെ വർക്ക് ബുക്ക് എന്നാ പറയാം. ആ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഒരു ഷീറ്റ് 1 കണ്ടോ? നമ്മുടെ ഒരു നോർമൽ നോട്ട്ബുക്കിൽ ആ ബുക്കിൽ ഒരുപാട് പേജസ് ഉണ്ടാവില്ലേ? സെയിം മെത്തേഡിൽ ഒരു വർക്ക് ബുക്കിലും പേജസ് ഉണ്ടാവില്ലേ, ഷീറ്റ്സ് ഉണ്ടാവില്ലേ? പേജസിന്റെ നമ്മൾ നോർമലി ഷീറ്റ്സ് എന്നും പറയാറുണ്ട്, A4 സൈസ് ഷീറ്റ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മൾ വർക്ക് ബുക്കിന്റെ ഉള്ളിൽ ഒരു ഷീറ്റ് 1 ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് 2 വരും. വീണ്ടും ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ ഷീറ്റ്സ് അതിലേക്ക് ആഡഡ് ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഷീറ്റ് 1 തന്നെ എടുത്തു. ആ ക്ലിക്ക് ചെയ്താൽ മതി, ഏത് ഷീറ്റാണ് വേണ്ടി ആ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നേ? സി, ഇതാണ് ഒരു MS ഒരു വർക്ക്ഷീറ്റ് ആണിത്. എക്സലിൽ ഒരു വർക്ക്ഷീറ്റ് ആണിത്. ഈ വർക്ക്ഷീറ്റ് നോക്ക്, നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് ലുക്ക് ലൈക്ക് എ ടേബിൾ, റൈറ്റ്? ഒരു ടേബിൾ പോലെ തന്നെ തോന്നുന്നില്ലേ? ഇറ്റ് ഓൾസോ ഹാവ് റോസ്. റോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്പേഴ്സ് വെച്ചാണ് റോസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 അങ്ങനെ നമ്പേഴ്സ്. ഇവിടെ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ്സ് റോസ്. ഓക്കെ, സി ABCD ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? A കോളം, B കോളം, C കോളം, D കോളം. കോളംസിനെയാണ് ആൽഫബറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റോയിൽ പഠിച്ചു, tables പഠിച്ചു. The intersection of rows and columns, the rectangular box formed by the intersection of rows and columns is called, Heaven പറഞ്ഞ ആൻസർ
the rectangular box formed by the intersection of rows and column is called what? എന്താന്നാ പറയാം? റോസും കോളംസും ഇന്റർസെക്ട് ചെയ്തുമ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയ റെക്ടാങ്കുലർ ബോക്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഏ ആര് കേട്ടില്ല? ബോസിന്റെ കോളത്തിന്റെയും ആ ഏത് കോളത്തിലാണ് നിക്കുന്നതെന്നല്ല പറയണ്ടേ? അതല്ല ഞാൻ ചോദിച്ചേ. ആ റോസും കോളംസും ഇന്റർസെക്ട് ചെയ്യുമ്പോ കൂട്ടിമുട്ടുമ്പോ ഒരു റെക്ടാങ്കുലർ ബോക്സ് ചെറുതുണ്ടാവില്ലേ? അതിനെ നമ്മൾ എന്താ പറയാ? ടേബിളില് MS വേർഡില് ടേബിളിൽ നമ്മൾ പഠിച്ചതാ. എന്താ പറയാ? സെല്ലോ. അത് തന്നെ, വെരി ഗുഡ്. അപ്പം MS എക്സലിലും അല്ലെങ്കിൽ ഒരു വർക്ക്ഷീറ്റിലും എക്സലിലും എന്തായാലും സ്പ്രെഡ്ഷീറ്റിലും ഒരു റെക്ടാങ്കുലർ ബോക്സ് ഈ കോളംസും റോസും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെക്ടാങ്കുലർ ബോക്സിനെ നമ്മൾ എന്താ പറയാ? സെൽ എന്ന് തന്നെയാണ് പറയാം. CELL സെൽ. ഓക്കെ. ദെൻ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ വർക്ക്ഷീറ്റിലെ ഏത് സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതൊരു ഗ്രീൻ കളർ ബൗണ്ടറിയിലാണ് കാണാൻ പറ്റുന്നത് അല്ലേ? ഇല്ലേ? അതിന്റെ ബോർഡേഴ്സ് തിക്കനായിട്ടല്ലേ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സെൽ എന്ന് പറയാം. എന്താ പറയാ? ആക്റ്റീവ് സെൽ. എല്ലാവരും എൻ്റെ കൂടെ തന്നെ പറയണേ. ഞാൻ എന്താ ഡോറയോ? അങ്ങനെ ഒരു തവണ നിങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ തലയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് സെല്ലാകും. ഓക്കെ. അല്ലെങ്കിൽ ആക്റ്റീവ് സെല്ലിനെ വേറൊരു പേരും കൂടെ പറയും, സെൽ പോയിന്റർ എന്ന് പറയും. The active cell is also called a cell pointer. എക്സാമിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ആക്റ്റീവ് സെല്ലിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ ആൻ ആക്റ്റീവ് സെൽ? എന്താണ്? സെൽ പോയിന്റർ. പറഞ്ഞേ. ആക്റ്റീവ് സെൽ ഈസ് ഓൾസോ കോൾഡ് സെൽ പോയിന്റർ. ഓക്കെ. അപ്പം നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി ഇത്ര നമ്പർ ഓഫ് റോസ്, ഇത്ര നമ്പർ ഓഫ് കോളംസ് എന്ന് സ്പെസിഫൈ ചെയ്യും. ഷാനിഫ്, സിറ്റ് പ്രോപ്പർലി. നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ലേ? നമ്മൾ സ്പെസിഫൈ ചെയ്തത് അത്രയും ടേബിൾസ്, അത്രയും റോസ് ആൻഡ് കോളംസേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഷീറ്റിൽ നോക്കുമ്പോൾ കുറേ റോസും കുറേ കോളംസും ഉണ്ട് അല്ലേ? കുറേ റോസും കുറേ കോളംസും ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത്? ആദ്യം ABCD എന്നാണ് തുടങ്ങിയത്. പിന്നെ അത് AA AB AC അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. നമ്മൾ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഓരോ MS സ്പ്രെഡ്ഷീറ്റിലും ഓരോ വർക്ക്ഷീറ്റിലും ഒരുപാട് സെൽസ് ഉണ്ട്. There are thousands of cells, more than thousands of cells maybe. ഒരുപാട് ആയിരക്കണക്കിന് സെൽസ് ഉണ്ട്, അതിലും കൂടുതലുണ്ട്. ഓക്കെ. അപ്പൊ ഓരോ സെല്ലിനെയും തിരിച്ചറിയാൻ വേണ്ടി ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ട്. ടേബിൾസിൽ അങ്ങനെ ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ എക്സൽ എത്തുമ്പോഴത്തേനും നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പേരുള്ള പോലെ ഓരോ സെല്ലിനും അതിൻ്റെതായ അഡ്രസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഓക്കെ, ഓരോ സെല്ലിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തുണ്ട്? സെല്ലിന്റെ അഡ്രസ് ഉണ്ട്. സി, ഞാൻ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ആ സെല്ല് ആക്ച്വലി A എന്ന പറഞ്ഞ കോളത്തിലും 1 എന്ന റോയിലുമാണ്. That cell is in A column and first row, right? അപ്പൊ ആ സെല്ലിന്റെ അഡ്രസ് വരിക A1 എന്നാണ്. സെൽ അഡ്രസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോളം, ലെറ്റർ ആൻഡ് റോ നമ്പർ.
സെൽ അഡ്രസ്, അത് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ സെന്റൻസ് മനസ്സിൽ തന്നെ വെക്കണം. സെൽ അഡ്രസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കോളം ലെറ്റർ ആൻഡ് റോ നമ്പർ. ഫസ്റ്റ് ആൽഫബറ്റാ വരിക, ABCD ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അതിനുശേഷം അത് ഏത് റോയിലാണോ ആ റോയുടെ നമ്പർ. ആദ്യം ഏത് കോളത്തിലാണോ ആ കോളത്തിന്റെ ലെറ്റർ ആയിരിക്കും വരിക, അതിനുശേഷം ആ റോയുടെ നമ്പർ. സെൽ അഡ്രസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് column letter and row number. Okay, okay. See, ഇപ്പൊ ഒരു ആക്റ്റീവ് സെൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതിന്റെ അഡ്രസ് ഇതാണ്. ഇറ്റ് ഈസ് ഇൻ ദ D column and 7th row അല്ലേ? അപ്പൊ അതിന്റെ അഡ്രസ് D7. മനസ്സിലായോ? എടാ മനസ്സിലായെങ്കിൽ തലയെങ്കിലും കുളിക്കട, എനിക്ക് മനസ്സിലാവാനാ. നിങ്ങൾക്ക് മനസ്സിലായി? Okay. Here another cell, it is an active cell. It is in the B column and 10th row. അപ്പൊ അതിന്റെ അഡ്രസ് ഏതാ? B10. ഈ സെല്ലിന്റെ അഡ്രസ്സോ? ഇതിന്റെയോ? അല്ല ഇപ്പൊ നോക്ക്. ഓക്കെ, ഈ ആക്റ്റീവ് സെൽ ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ കോളം ആൻഡ് റോസ് വെച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ട് ആയിട്ടും അതിന്റെ അഡ്രസ് ഇവിടെ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഹിയർ ഇറ്റ് ഈസ്. ക്യാൻ യു സീ ഇറ്റ്? J19 is there. കാണുന്നില്ലേ? ഹലോ, ക്യാൻ യു സീ ഇറ്റ്? മിസ് അത് നോക്കിട്ട് ഇത്രയും നേരം പറഞ്ഞത് ആണോ? ഓക്കെ. ഓ അമ്പട കേമാ. ഓക്കെ, അപ്പൊ ഓരോ ആക്റ്റീവ് സെല്ലിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നെയിം ബോക്സിൽ ആ സെല്ലിന്റെ അഡ്രസ് ഡിസ്പ്ലേ ആവും. ഓക്കെ. പിന്നെ നമ്മളൊരു എക്സൽ വർക്ക്ഷീറ്റിലുള്ള കാര്യങ്ങൾ എന്താന്നുള്ളതാണ് ഫിഗർ 6.2 67th പേജിൽ 6.2 എന്ന ഫിഗറിൽ കാണുന്നത്. ഏറ്റവും മേലെ ടൈറ്റിൽ ബാർ ആണ്. ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ് കാണില്ലേ? അത് ടൈറ്റിൽ ബാറിലാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇതിന് ഫയലിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുവാണെങ്കിൽ ആ ഫയലിന്റെ നെയിം ആയിരിക്കും ഈ ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റിന് പകരം കാണാം. ഞാനൊന്ന് സേവ് ചെയ്ത് കാണിക്കാം. ഫയലില് സേവില് ഫയൽ ഇതാണ് സാമ്പിൾ വർക്ക്ഷീറ്റ് എന്ന പേരാണ് ഞാൻ ആ ഫയലിന് കൊടുത്തത്. സേവ് ചെയ്തു. സി, ആ ടൈറ്റിൽ ബാറിൽ ഞാനിപ്പോൾ ഏത് പേരിലാണോ സേവ് ചെയ്തത് ആ പേരാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അല്ലേ? ഓക്കെ. അതിന് തൊട്ട് താഴെ കുറെ ടാബ്സ് ഉണ്ട്. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, ഫോർമുലാസ് ടാബ്, ഡേറ്റ ടാബ്, റിവ്യൂ ടാബ് ആൻഡ് വ്യൂ ടാബ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് മറ്റേ വേർഡിൽ കണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഫോണ്ടിന്റെയും അലൈൻമെന്റും കുറെ കാര്യങ്ങളും. ഓക്കെ, അതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഹിയർ F17 ഇപ്പൊ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാം? നെയിം ബോക്സ്. എന്താ പറയാ അശ്വിൻ? നെയിം ബോക്സ്. യെസ്, ഗുഡ്. ഈ നെയിം ബോക്സിൽ എന്താ നമ്മൾ കാണാ അശ്വിൻ? നെയിം ബോക്സിൽ എന്താ അവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത്? നെയിം ബോക്സിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? എഫിന്റെ കോളവും 17 റോയും. അതെന്താ ആക്ച്വലി F17 എന്ന് പറയുന്നത്? എന്താ? കോളവും റോ ആണ് അത്. പക്ഷേ ശരിക്കും അതിനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പേരിൽ പറയും. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല.
അതുകൊണ്ടാണ് നിന്നോട് തന്നെ ഞാൻ ചോദിച്ചത്. ശ്രദ്ധിച്ചിരിക്കുക, ആരോട് വേണേലും എപ്പോൾ വേണേലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഷാനിഫിന് പറയാൻ പറ്റുമോ ആ നെയിം ബോക്സിൽ അപ്പിയർ ചെയ്യുന്ന എന്താ? ഈ F17 എന്ന് പറഞ്ഞാൽ എന്താ? അറിയാമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ എന്താ ശ്രദ്ധിക്കാത്തത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ല് ആക്റ്റീവ് ആവുന്നു. ആ ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്, ആ സെല്ലിന്റെ പേര്, ആ സെല്ലിന്റെ അഡ്രസ്, ആ സെല്ലിനെ തിരിച്ചറിയാനുള്ള അഡ്രസ് ആണ് ഈ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ആവുന്നത്. ഇത് മറക്കരുത്. ഇത്ര ചെറിയ കാര്യം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല കേട്ടോ. നിങ്ങൾ രാവിലെ എന്തായാലും ഉറക്കം എണീച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ? അതൊന്ന് മനസ്സിലാക്കി ഒരു ക്ലാസ്സിൽ കാര്യങ്ങൾ പറയുന്നതൊന്ന് തലയിൽ കയറ്റാൻ വേണ്ടി ഇരിക്കുക. അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഇരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും മനസ്സിലാക്കാൻ പറ്റാതെ ഉണ്ടോ? ഞാൻ പറയുന്നത് ഭയങ്കര എന്തോ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഉണ്ടോ അശ്വിനെ? പിന്നെ എന്താന്ന് ചോദിച്ചാ ഉത്തരവില്ലാത്തെ? ഉണ്ടോ ഹെവൻ? എടാ നിന്റെ വീഡിയോ ഓൺ ചെയ്തേ ഹെവൻ. ക്ലാസ്സിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് ആരും ഇരിക്കണ്ട പറഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏ ഞാൻ ഇരിക്കുന്ന റൂം, റൂം ഞാൻ വേറെ സ്ഥലത്ത് വീഡിയോ. ആ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അശ്വിൻ, ഷാനിഫ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ അത്ര വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? പക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്തത്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഇത് ഇത്തവണ ഞാൻ ക്ഷമിക്കുകയാണ്. പക്ഷെ ഇനി ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിന് പണിഷ്മെന്റ് തരണമെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ, കൺസിഡർ ഇറ്റ് ആസ് എ വാർണിംഗ്. ഓക്കെ, സോ ഓരോ ആക്റ്റീവ് സെല്ലിന്റെയും അഡ്രസ് ആണ് ആ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുക. ഷാരിഫ് ആൻഡ് അശ്വിൻ കേട്ടല്ലോ, മനസ്സിലായല്ലോ കാര്യം? എന്താ ആ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ആവുന്നത്? ആ സെല്ലിന്റെ, ആ ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്, ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ് ആണ് ആ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് സെൽ ഏതാണ്? കുറച്ച് ബോർഡർ തിക്കനായിട്ട് കാണുന്ന ഒരു സെല്ല് ഉണ്ടാവില്ലേ? ആ എക്സെല്ലില് ഏതെങ്കിലും ഒരു സെല്ല് തിക്കൻഡ് ബോർഡറിൽ കാണുന്നുണ്ടാവും. ഇപ്പൊ ഒരു ഗ്രീൻ ഒരു തിക്കൻഡ് ബോർഡറിൽ കാണുന്നതാണ് ആക്റ്റീവ് സെല്ല്. ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? എന്തെങ്കിലും ഒരു കളർ ഡിഫറൻസ്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ആക്റ്റീവ് സെൽ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഏതാ ആക്റ്റീവ് സെൽ ഇവിടെ? വിച്ച് ഈസ് ദ ആക്റ്റീവ് സെൽ? അതിന്റെ അഡ്രസ് പറഞ്ഞാൽ മതി. ആക്റ്റീവ് സെല്ല് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. C5. യെസ്, വെരി ഗുഡ്. C5 ആണ് ഇവിടെ ആക്റ്റീവ് സെല്ല്. ഇപ്പൊ ടേബിളിൽ നമുക്ക് ഏത് ആക്റ്റീവ് സെല്ല് കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ MS Excel വരുമ്പോൾ നമുക്കൊരു സെല്ലിന്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെല്ലിന് പേര് അല്ലെങ്കിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ തിരിച്ചറിയുന്ന പോലെ നിങ്ങൾക്ക് ആതിര, ഷാനിഫ്, ജീവ എന്ന് നിങ്ങൾക്ക് ഓരോ പേരില്ലേ? അതേ രീതിയിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ, ഏത് സെല്ലാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ സെല്ലിന് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 1 2 3 4 5 6 7 8 അതൊക്കെ എന്താ? 1 2 3 4 അതെന്താണ് സാധനം? റോസിന്റെ പേര്, റോസിന്റെ പേര് അല്ലെങ്കിൽ റോ നമ്പേഴ്സ് ആണ് അതെല്ലാം. Those are numbers which indicates the rows അല്ലേ? റോ നമ്പേഴ്സ്. റോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണിത്. അങ്ങനെയാണെങ്കിൽ ABCD ഒക്കെയോ? കോളം ലെറ്റേഴ്സ്. Yes, column letters. Those are used to identify the columns. Columns identify ചെയ്യാൻ വേണ്ടിയിട്ടുള്ള column letters. പിന്നെ ഇവിടെ ഒരു ഫോർമുല ബാർ ഉണ്ട്, കണ്ടോ? ഇപ്പൊ അത് വേക്കന്റ് ആണ്, അതിനകത്ത് ഡേറ്റ ഒന്നുമില്ല. അതെന്തെങ്കിലും ഫോർമുലാസ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ലേറ്റർ ക്ലാസ്സിൽ മനസ്സിലാവും. ഹിയർ വർക്ക്ഷീറ്റ് ടാബ്സ്, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറയുന്നത് ഓരോ വർക്ക്ഷീറ്റ് ടാബ് ആണ്. ഇപ്പൊ നമ്മൾ ഷീറ്റ് 1 ക്ലിക്ക് ചെയ്ത ഫസ്റ്റ് ഷീറ്റ് വരും. ഷീറ്റ് 2 സെക്കൻഡ് ഷീറ്റ്,
ഷീറ്റ് 3-ലാണെങ്കിൽ തേർഡ് ഷീറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഫോർത്ത് ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ന്യൂ ഷീറ്റ് എന്ന് പറഞ്ഞില്ലേ, ന്യൂ ഷീറ്റ് ആഡ് ചെയ്യാനായിട്ട് ആ ഒരു പ്ലസ് സർക്കിളിനുള്ളിൽ പ്ലസ് വന്ന ആ ഒരു ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് 4 ആഡഡ് ആയി അല്ലേ? ഇതൊക്കെ കാണുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചെറിയ കാര്യങ്ങളാണ്, ഇനി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയരുത് ഇപ്പൊ തല ഉലുക്കിയിട്ട്. ഓക്കെ, കുറെ നാള് മുമ്പ് ഞാനിതിൽ കൊറേ കളിച്ചിട്ടുണ്ട് സർ. ആ ഓക്കെ ഓക്കെ. ഇവിടെ കണ്ടോ ഏറ്റവും താഴെ റെഡി എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? അതിന്റെ പേര് അതാണ് സെൽ മോഡ്. ആ സെൽ ഇപ്പൊ ഏത് മോഡിലാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. എന്താ പറയാ, സെൽ മോഡിൽ ഇപ്പൊ അത് റെഡി എന്നാണ് കാണാം. സെൽ ഈസ് ഇൻ റെഡി മോഡ്. ഈ താഴെ റെഡി എന്ന് കാണുകയാണെങ്കിൽ അതിനർത്ഥം സെൽ ഈസ് ഇൻ റെഡി മോഡ്. റെഡി മോഡ് എന്ന് പറയുന്നത് ആ സെല്ലിലേക്ക് എന്തെങ്കിലും ഡാറ്റ അല്ലെങ്കിൽ വാല്യൂ, എന്തെങ്കിലും ഡാറ്റ എൻറ്റർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അർത്ഥം. തന്നോളൂ ഡാറ്റ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ആ സെല്ല് സെലക്റ്റഡ് ആയി. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ആ സെല്ലിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ല് റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പോ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ് അതിലേക്ക്. ഞാൻ നെയിം എന്ന് ടൈപ്പ് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് എൻ ടൈപ്പ് ചെയ്തു. എൻ ടൈപ്പ് ചെയ്തപ്പം ഇപ്പൊ ആ മോഡ് മാറി. സി, ഇപ്പൊ ഏതാ മോഡ്? ഇപ്പൊ സെൽ ഏത് മോഡിലാ? സെൽ ഈസ് ഇൻ the cell is in which mode? ജോയൽ പറഞ്ഞേ, ഏത് മോഡിലാ? ഇവിടെ എന്താ എഴുതി കാണുന്നേ? എൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗ സെൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡാറ്റ അതിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എൻറ്റർ മോഡിലാണ്. നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ റെഡി മോഡിൽ നിന്ന് ഏത് മോഡിലേക്ക് മാറും? എൻറ്റർ മോഡിലേക്ക് മാറും. ഓക്കെ, അതിനുശേഷം ഞാൻ അടുത്ത സെല്ലിൽ ഇതേപോലെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഓരോ സെല്ലും ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെ ആക്റ്റീവ് സെല്ലാവുമ്പോൾ അത് റെഡി മോഡിലായിരിക്കും. നമ്മളിത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് എൻറ്റർ മോഡിലാവും. ഇപ്പൊ ഞാൻ ഇത്രയും ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ നെയിം എന്നുള്ളത് നെയിം ഓഫ് സ്റ്റുഡൻറ് എന്നാക്കണമെന്ന്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നെയിം ഓഫ് സ്റ്റുഡൻറ് എന്ന് ആക്കാൻ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ സെല്ലിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ആ കഴ്സർ കൂടെ വരാൻ വേണ്ടിയിട്ടാ. Now see the cell is in which mode now? Edit. Yes, edit mode. അപ്പം ഞാനിപ്പോ എന്താ ആ ചെയ്ത അവിടെ എൻറ്റർ ചെയ്ത ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പോവാം, മാറ്റി കൊടുക്കാൻ പോവാം. നെയിം ഓഫ് സ്റ്റുഡൻറ്. ഇതിനും വിഡ്ത്തും ലെങ്ത്തും ഒക്കെ, വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി വെച്ചു. ഓക്കെ, അപ്പൊ how many modes are there? 3 modes. Which are they? First one, ready, enter, edit. Ready, enter, edit. Okay, now in page number 68, moving around the worksheet. നമ്മൾ നോർമലി ടേബിൾ കണ്ടു ആരോ കീസ് വെച്ചിട്ട് ഓരോ സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ആരോ കീ എന്താ, അപ്പർ കീ പ്രസ് ചെയ്താൽ മേലേക്ക് പോവും, ഡൗൺ കീ പ്രസ് ചെയ്താൽ താഴേക്ക് വരും, ലെഫ്റ്റ് കീയിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, റൈറ്റ് കീ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. നിങ്ങൾ കീബോർഡ് കണ്ടിട്ടില്ലേ? അത് ഒരു 4 കീസ് അടുത്ത് ആ കീസ് മൂവ് ചെയ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സെല്ല് ആക്റ്റീവ് സെൽസിനെ ഇങ്ങനെ മാറ്റി, ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ ഇവിടെ വേറെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇപ്പോൾ മൂവ് വൺ സെൽ അപ്പ്, ഒരു സെല്ല് മുകളിലേക്ക് അല്ലെങ്കിൽ സെൽസ് മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ once to move from one cell to another to upward direction നമ്മൾ ഏത് ഉപയോഗിക്കും? അപ്പർ കീ അല്ലേ?
ഇങ്ങനെ മേലേക്കുള്ള ആരോ. ഇനി താഴോട്ട് പോണെങ്കിലോ ഡൗൺ കീ പ്രസ് ചെയ്യും. റൈറ്റിലേക്ക് പോണെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള കീയും ആരോയും ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ ഉള്ള കീയും നമ്മൾ പ്രസ് ചെയ്താൽ ഇത് ഈസി ആയിട്ട് നമുക്ക് പോകും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, കീബോർഡിലുള്ള 2 കീസ് ആണ് പേജ് അപ്പ് പേജ് ഡൗൺ. കണ്ടിട്ടുണ്ടോ ആ കീസ്? വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, അങ്ങനെ 2 കീസ് ഉണ്ട്. പേജ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താ, താഴോട്ട്. ഡൗൺ എന്ന് പറയുമ്പോൾ താഴോട്ട്. പേജ് ഡൗൺ ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. സി, ആ പേജിന്റെ താഴോട്ട് മൂവ് ചെയ്യാണ് ഓട്ടോമാറ്റിക്കലി. കണ്ടോ ഇവിടെ 182 തന്നെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് 210 അല്ലേ. നൗ ഐ എം ഗോയിങ് ടു പ്രസ് പേജ് ഡൗൺ കീ. സി 211 ആണ് ഇനി കാണുന്നത്. അപ്പൊ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആരോ തന്നെ പ്രസ് ചെയ്തോണ്ടിരിക്കാന്ന് വെച്ചാൽ നമുക്ക് കുറെ ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കണ്ടേ. സിമ്പിൾ ആയിട്ട് പേജ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ, പ്രസ് ചെയ്താൽ ആ പേജ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ റോസും കാണുന്ന രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ പെട്ടെന്ന് മേലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കീ ഏതാ, പേജ് അപ്പ്. പേജ് അപ്പ് കീ പ്രസ് ചെയ്യുമ്പോൾ പേജ് ഇതാ മേലേക്ക് മേലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഞാൻ സ്പീഡിൽ ചെയ്യാം. കണ്ടോ നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. പേജ് അപ്പിലേക്ക് പോവാണെങ്കിൽ, പേജ് അപ്പ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രീൻ മുകളിലേക്ക് വരും. പേജ് ഡൗൺ ആണെങ്കിൽ ആ സ്ക്രീൻ താഴോട്ട് വരും. എന്നുവെച്ചാൽ അത്രയും സ്ക്രീനിലെ റോസ് എല്ലാം കവർ ചെയ്തിട്ടാ വരാം. ഇത്രയുള്ള ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന റോ ആയിരിക്കില്ല പേജ് ഡൗൺ ചെയ്യുമ്പോൾ കാണാം, അതിന് ശേഷമുള്ളതേ കാണുള്ളൂ. ഓക്കെ, ഇനിയുള്ളത് ഹോം. ഹോം കീ എന്ന് പറയുന്നത് എന്താ, സെൽ പോയിന്ററിനെ ഫസ്റ്റ് കോളം എന്നുവെച്ചാൽ എ എന്ന കോളത്തിലേക്ക് എത്തിക്കാൻ. സെൽ പോയിന്റർ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഇപ്പൊ കീബോർഡിലുള്ള ഹോം കീ പ്രസ് ചെയ്യുമ്പോൾ അത് അതേ റോയിലെ എ കോളത്തിലേക്ക് വരും. എവിടെയെങ്കിലും ഉള്ളത് ഇപ്പൊ ഈ റോയിലാണ്. ഏത് റോ ആണ്, 9th റോയിലാണ്. കണ്ടോ ഇപ്പൊ ഏത് സെൽ, ആക്റ്റീവ് സെല്ലിന്റെ നേരെയുള്ള കണ്ടോ ഒരു നമ്പർ ആക്റ്റീവ് ആയിട്ട് കണ്ടോ 16 എന്നുള്ളത്. അത് 16th റോയിലാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ കുറച്ച് തിക്കനായിട്ട് കുറച്ചൊരു ബോൾഡ് ആയിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കോളം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഒരു ബോൾഡിൽ കാണുന്നില്ലേ. ആക്റ്റീവ് സെല്ലിന്റെ നേരെയുള്ള നമ്പറും ലെറ്ററും കുറച്ച് തിക്കൻ അല്ലേ, ബോൾഡ് അല്ലേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. 14 കുറച്ച് ഡാർക്ക് ആയിട്ട്. ആ എന്താ, ഫയൽസിന്റെ അടുത്തുള്ള ഹോം അല്ലേ? ഏത് ഹോം? അല്ല, ഫയൽസിന്റെ അടുത്തുള്ള ഹോമിനെ കുറിച്ചാണോ പറയുന്നത്? അല്ലല്ല, ആ ഹോം ടാബ് അല്ല. നമ്മളിപ്പോ കീബോർഡിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സ്ക്രീനിലെ കാര്യങ്ങൾ നോക്കിയേ വേണ്ട. കീബോർഡിൽ ഒരു ഹോം എന്ന് പറഞ്ഞ കീ ഉണ്ട്. പേജ് അപ്പ് കീ ഉണ്ട്, പേജ് ഡൗൺ കീ ഉണ്ട്, ഹോം ഉണ്ട്. ഇതെല്ലാം കീബോർഡിലാണ്. അത് നമ്മൾ ഞെക്കിയാൽ മതി, സ്ക്രീനിൽ നോക്കിയേ വേണ്ട. ഓക്കെ, അപ്പൊ ഹോം കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതേ റോയുടെ ഏത്ത് കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ വരും. നോക്ക്, ഇപ്പൊ ഞാൻ ഈ ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ സെൽ പോയിന്റർ ഉള്ളത് P25ലാണ്. ഞാൻ ഹോം കീ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് 25th റോയിൽ തന്നെ, പക്ഷെ എ എന്ന് പറഞ്ഞ കോളത്തിൽ വന്നു. അപ്പൊ ഒരു റോയുടെ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവയ്ക്കാനാണ് നമ്മൾ ഹോം കീ പ്രസ് ചെയ്യുക. എ എന്ന് പറഞ്ഞ കോളത്തിലേക്ക് മാത്രമേ വരത്തുള്ളൂ. അത് ഏത് റോയിലാണോ ആ റോയിലെ ഫസ്റ്റ് സെല്ലിലേക്ക് വരും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ആരും തലയാട്ടുന്നില്ലല്ലോ. എടാ ഇപ്പം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? അശ്വിനും ഷാനിഫും ഇതിലേ പോയി. അശ്വിനും
അശ്വിനും ഷാനിഫും ഇല്ലല്ലോ? ഇല്ല. അവന്മാരെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ചുമ്മാ എന്നെ ബോധിപ്പിക്കാൻ അവര് ക്ലാസ് കയറുന്നേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മള് മേലെ ഡൗൺ ആൻഡ് അപ്പ് പറഞ്ഞു. ഇനി ലെഫ്റ്റും റൈറ്റും കൂടി ഇല്ലേ? ഇനി ഇപ്പൊ നമ്മള് ലെഫ്റ്റിൽ തന്നെ ഉള്ളത്. ഫസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ക്രീനിനെ നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് അപ്പും ഡൗണും കീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് പേജ് ഡൗൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് സ്ക്രീൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഒരു സെക്കൻഡ്.